ഈ മൊബൈലിൽ തോണ്ടിയാൽ വചനത്തിൽ തിട്ടം വരികയില്ല. പക്ഷെ വേദപുസ്തകം ഇന്നും രാവിലെ ഇങ്ങനെ താളുമൊക്കെ മറിച്ച് എന്റെ അധ്യാപകനാണ് നമ്മുടെ എം വി ചാക്കോ സാറ്. അപ്പൊ സാറ് എപ്പോഴും പഠിപ്പിക്കും. അതൊക്കെ ഞാൻ എപ്പോഴും കൊടുക്കും. ഞാനങ്ങനെ ചെയ്യാറില്ല. സാറ് പറഞ്ഞിങ്ങനെ അങ്ങനൊന്നും മറിക്കരുത്. സാറ് പറഞ്ഞത് ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ അത്ര പവിത്രമായിട്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഓരോ സാറ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെ തന്നെ കുളുക്കമൊന്നും വരില്ല. ഇത് തന്നെയല്ല, ഞാൻ രാവിലെ ഞങ്ങളുടെ വീട്ടിൽ വഴക്കുണ്ടാക്കും. പേപ്പർ ചുളുങ്ങിയാൽ എനിക്ക് ഇഷ്ടമല്ല. ചില ബോധം കെട്ടവര് പേപ്പർ വായിക്കും. 2ാമത്തെ പേജ് 7ാമത്തെ പേജിന്റെ അവിടെ 7ാമത്തത് ഒരു ബോധവും വിവരമൊന്നുമില്ലെന്ന്. അങ്ങനുണ്ട്. നമ്മളൊരു വിഷയം നോക്കുമ്പോൾ എല്ലാം കോഴി മുട്ടയിടാൻ കയറിയതുപോലെ. കോഴി മുട്ടയുടെ മൊത്തം ആകെ 50 പൈസയുടെ മുട്ടയാ. എനിക്ക് വളരെ അതെ, ഞാൻ പേപ്പർ വായിച്ചാൽ ഞാൻ പേപ്പർ വായിച്ചതാന്ന് അറിയിക്കുകയല്ല. അതൊക്കെ ജീവിതത്തിൽ ചിട്ട വേണമെന്ന്. ഇത് നമ്മൾ പിന്നെ നോക്കുമ്പോൾ പേപ്പർ തമ്മിൽ യോജിക്കുകയല്ല. ഒന്ന് നീണ്ടിരിക്കുന്നു, നീണ്ടത് ഇങ്ങോട്ട് വെക്കുമ്പോൾ ഇത് താഴോട്ടിറങ്ങി. അതെ, സന്ദർഭം വന്നുകൊണ്ട് പറയുന്നതാണ്. അതുപോലെ അന്നുള്ള പേപ്പർ നമുക്കൊരു ദിവസത്തെ പേപ്പർ വേണേ അത് നോക്കിയാൽ മതിയല്ലോ. ഇത് മുഴുവൻ കുത്തി വലിച്ച് ഞാൻ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ ഞാൻ പറയും, പോകുന്നിടത്ത് ഞാൻ പറയും. ഇപ്പൊ നമ്മൾ ഡ്രസ്സ് ഇടുന്നതല്ലേ, ഇപ്പൊ ഞാന് ജിബായും ഈ ഉത്തരിയോ ഉണ്ട്, അത് ഒരു ജോഡി ഒന്നിച്ച് മടക്കി വെച്ചാൽ എളുപ്പമുണ്ട് ഇല്ലേ? സഹോദരന്മാരെ, അന്ന് പാന്റും ഷർട്ടും ബനിയനും മറ്റു വസ്ത്രങ്ങള് അത് ഒരു ജോഡി ഒന്നിച്ചങ്ങ് വെക്കണം, തേച്ച്. എളുപ്പമില്ലയോ? ഇത് പാന്റ് നോക്കിയപ്പോ ഷർട്ടില്ല, ഷർട്ട് നോക്കിയപ്പോ പാന്റില്ല, പെരക്ക് ചുറ്റും നടക്കുക. എന്റെ ഷർട്ട് എന്ത് ചെയ്യുന്നേ? ഞാൻ ഒരാളെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞു. അവസാനം കൈ കിട്ടിയ ഒരെണ്ണം എടുത്തോണ്ട്. ഇതൊന്നും ജീവിതത്തിൽ ചിട്ടയില്ലാത്തവർ, അവര് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. സഹോദരിമാരോട് പറയാം, നിങ്ങള് സാരി കൊടുക്കുന്നവര് അതിന് ചേരുന്ന ബ്ലൗസ് മറ്റ് വസ്ത്രങ്ങൾ അതെല്ലാം ഒന്നിച്ച് ഒരു സെറ്റ് ഒന്നിച്ച് വെച്ചേ. എവിടെയാലും പോകുമ്പോ പെട്ടെന്ന് വാ അയ്യോ എന്റെ ബ്ലൗസ് കാണുന്നില്ല. ഞാനങ്ങ് ഓപ്പണായിട്ട് പറയുക. ചിലരെ അവസാനം ഒരു തീരുമാനത്തിൽ വരും, നിങ്ങൾ പൊക്കോ, ഞാൻ ഇന്ന് വരുന്നില്ലെന്ന്. ഞാൻ തമാശല്ല പറഞ്ഞേ, എല്ലാവരോടും കൂടെ പറയുന്നത്. ജീവിതത്തിൽ നമുക്കൊരു ക്രമീകരണം അത് അത്യാവശ്യമാണ് എല്ലാവർക്കും. ഞാൻ എല്ലാ കാര്യത്തിലും പറയും, കുഞ്ഞുങ്ങളോടാണെങ്കിലും പ്രായമുള്ളവരോടൊക്കെ പറയും. നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ കറണ്ട് അടിച്ച പോലെ ഇരുന്ന കാര്യം നടക്കുമോ? അതും വേണം ജീവിതത്തിൽ ക്രമം. വീട്ടിൽ ഞാൻ എപ്പോഴും പറയും, ഒരു സാധനം എടുത്താൽ എടുക്കുന്നിടത്ത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ഇന്നടുത്ത് ഒരു സാധനം പിന്നെ എടുത്തോണ്ട് വരാം, സൂക്ഷം ചെന്ന് എടുത്തോണ്ട് വന്നു. അത് എടുത്തത് അവിടെ വെക്കുന്നത് കൊണ്ടാണ്. നിങ്ങളെല്ലാം ചിട്ടയിൽ പോകുന്നവരാന്ന് അറിയാം, ഇരിപ്പ് കാണുമ്പം. അങ്ങനെ തന്നെ പോട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും സ്തോത്രം. അപ്പൊ അങ്ങനെ നമ്മൾ ഏത് രാജ്യത്തിരുന്ന് വേണേലും പറയാം. ഞാൻ ചിലപ്പം വീട്ടിലെ ഇന്നടുത്ത് ഇരിപ്പുണ്ടെന്ന് പറയും. സൂക്ഷ്മമാണ്, അത് എടുക്കുന്നിടത്ത് അവിടെ വെക്കുന്നത് കൊണ്ടാണ്. അതെ, ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളു, ജീവിതത്തിൽ ചിട്ടയും ക്രമവും വേണം. അപ്പൊ അങ്ങനെ ന്യായപ്രമാണത്തിന്റെ ഈ ഒരു കോപ്പി കയ്യിൽ വേണം. ഇതെപ്പോഴും ഒരു പകർപ്പ് കയ്യിലിരിക്കണം. എവിടെയും കൊണ്ടു നടക്കാൻ പറ്റാവുന്ന നല്ല പുസ്തകമായത്. ഏത് സദസ്സിലും കൊണ്ടുചെല്ല, ഏത് രാജ്യത്തും ഈ പുസ്തകം കയ്യിരിക്കുന്ന നല്ലതാ. ഏത് സദസ്സിലും എവിടെയും കൊണ്ടുചെല്ല. എവിടെയും കൊണ്ടുചെല്ലാൻ പറ്റുന്ന ഒരേ ഒരു പുസ്തകം ഈ സത്യവേദ പുസ്തകമാണ്. ഇതെടുത്തത് തന്നെ വലിയ മഹാഭാഗ്യമാ. ഇത് വായിക്കുന്നതും ധ്യാനിക്കുന്നതും ഇത് അനുഷ്ഠിക്കുന്നതും ആചരിക്കുന്നതൊക്കെ വലിയ മഹാഭാഗ്യമാണ്.
യാതൊരു യോഗ്യതമില്ലാതിരുന്ന നമുക്ക് ഇത് എടുക്കുവാനും ഇത് ചുമക്കുവാനും വായിക്കാനും ധ്യാനിക്കാനും നമ്മളാലാവും വിധമൊക്കെ അനുഷ്ഠിച്ച് ജീവിക്കുവാനും ദൈവം തരുന്ന മകൾ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതൊരു രാജധർമ്മം. ആണ്ട് നമുക്ക് മടങ്ങി വരാം. ഈ വായിച്ച കുറുവാക്യത്തോട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യം വേഗത്തിൽ പറഞ്ഞു നിർത്തിയേക്കാം. ഇങ്ങനെ പറഞ്ഞാൽ ഷൗമേന്റെ പുസ്തകത്തിൽ നിന്ന് ഒത്തിരി പറയാനുണ്ട്. 9:7 വായിച്ചു. ആ ആ ദാവീദ് അവനോട് പറയുകയാണ് ഭയപ്പെടേണ്ട. ദാവീദ് അത് ആരോടാ പറയുന്നത്? മെഫീബോശത്തിനോടാണ് ദാവീദ് പറയുന്നത്. ആരായി മെഫീബോശത്ത്? യോനാഥാന്റെ മകൻ എന്ന് പറഞ്ഞാൽ ശൗലിന്റെ കൊച്ചുമകൻ. അപ്പൊ ശൗലിന്റെ മകനാകുന്ന യോനാഥാന്റെ മകനാകുന്ന മെഫീബോശത്തിനോട് ദാവീദ് പറയുക, ഭയപ്പെടേണ്ട. നിന്റെ അപ്പനാകുന്ന യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനാകുന്ന ശൗലിന്റെ നിലമൊക്കെയും പിന്നെ നീയോ നിത്യം എന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. അതിന് കാരണം ഈ ദാവീദും യോനാഥാനും തമ്മിൽ ദൈവസന്നിധിയിൽ ഒരുടമ്പടി ചെയ്തു. ദാവീദ് യോനാഥാനും ഉറ്റ മിത്രങ്ങളാണ്. ഇവര് മിത്രമാകാൻ കാരണമുണ്ട്. നിങ്ങളാണ്ട 18-ാം അധ്യായത്തിന്റെ 1-2 വായിച്ച ശമൂവേലിന്റെ 1-ാം പുസ്തകം 18-ന്റെ 1-2. ആ ആ ആ അപ്പൊ ശ്രദ്ധിച്ചേ, ഈ ശൗലിനോട് ദാവീദ് സംസാരിച്ച് തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് പറ്റിച്ചേരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്റെ ഭാഷയ 17-ാം അധ്യായത്തിലെ ശുശ്രൂഷയാണ്. 17-ാം അധ്യായത്തിലെ സംഭവമാണ് 18-ാം അധ്യായത്തിൽ യോനാഥാനും ദാവീദും തമ്മിൽ ആത്മമിത്രങ്ങൾ ആകാനുള്ള കാരണം. ഇവരുടെ സ്നേഹത്തെ പറ്റി എഴുതിയിരിക്കുന്നത് കളത്രപ്രേമത്തിലും വിസ്മയമെന്നാണ്. കളത്രപ്രേമത്തിലും എന്ന് പറഞ്ഞാൽ കളത്രം കളത്തറം ആരേനത്തോട് എന്ത് പറയാമോ? യോനാഥാന്റെ മരണത്തിൽ ദാവീദ് പാട്ടൊക്കെ പാടിയപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, കളത്ര പ്രേമത്തിലും വിസ്മയം, അങ്ങനല്ലേ വാക്യം ഒന്ന് കണ്ടോ? ഒന്ന് വായിച്ചേര്. കണ്ടില്ലേ? ഞാനും അങ്ങ് മറന്നു. യോനാഥാനെ എന്റെ സഹോദര, പിന്നെ നിൻ പ്രേമം കളത്രപ്രേമത്തിലും 1:26. ശമൂവേലിന്റെ 2-ാം പുസ്തകം 1:26. ഇംഗ്ലീഷിൽ എങ്ങനെയാ കൊടുത്തത്? തമിഴിൽ എങ്ങനെയാ? തമിഴൊന്ന് വായിച്ചു. உனக்காக நான் வியாகுலப்படுகிறேன், நீ எனக்கு வெகு இன்பமாயிருந்தாய், உன் ஸ்நேகம் ஆச்சரியமாயிருந்தது, സ്ത്രീകളിൻ സ്നേഹത്തെ പാർക്കിലും അധികം. തമിഴിൽ എങ്ങനെ എഴുതിയേക്കുന്നത്? സ്ത്രീകളിൽ. ഇംഗ്ലീഷിൽ എങ്ങനെയാന്ന് ചോദിച്ചു. എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ മേല, അഥവാ തെറ്റിയാലും സാറ് പറഞ്ഞിട്ട് വരും. ഇംഗ്ലീഷിൽ എങ്ങനെയാ? ഒരു ഇംഗ്ലീഷും കൂടി. സെക്കൻഡ് ശമൂവേൽ 1:26 അല്ലേ? ഇല്ലേ?
അതിന് സ്ത്രീ എന്ന വുമൺ എന്ന. മലയാളത്തിൽ കളത്രപ്രേമം എന്ന് പറഞ്ഞ കളത്രം ഭാര്യ. അതിലും വിസ്മയമേറിയ സ്നേഹം. ഈ സ്നേഹം ജഡീക സ്നേഹമല്ല, ആത്മീക ശുശ്രൂഷയിൽ വന്ന സ്നേഹമാണ്. ജഡത്തിന്റെ സ്നേഹമല്ല, ആത്മീക ശുശ്രൂഷയിൽ ലഭിച്ച സ്നേഹമാണ്. നമുക്ക് ചില ദൈവദാസന്മാരോടും ചില ദൈവകുഞ്ഞുങ്ങളോടും ഒക്കെ അതുപോലെ അങ്ങനെ ഉണ്ടായിട്ടില്ല, ഉണ്ട്. അപ്പൊ നമ്മുടെ പിള്ളേരും അല്ലെ ഭാര്യ അല്ലെ ഭർത്താവും ചിലപ്പോ നിങ്ങളോട് ഭർത്താവ് ചോദിക്കും, നിനക്ക് എന്നെയൊക്കെയായാലും. അത് ജഡീക സ്നേഹമല്ല, ആത്മീക സ്നേഹമാണ്, ജഡത്തിന്റെ പ്രേമമല്ല. നന്നായി ശുശ്രൂഷിക്കുന്നവരോട് പ്രത്യേക ബഹുമാനവും സ്നേഹവും. അവരുടെ കളറോ കാശോ ഒന്നും കണ്ടല്ല, ആ ശുശ്രൂഷയാണ്. അത് നമുക്ക് ചിലരോട് അടുപ്പവും പറ്റുമാനോ ഉള്ളത് അവരുടെ കുടുംബ മഹിമയോ അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ശ്രേഷ്ഠത ഒന്നുമല്ല. അവരിൽ ഒരു ദൈവകൃപയുണ്ട്, ഒരു അഭിഷേകമുണ്ട്. അതുകൊണ്ട് ഞാൻ കർത്തദാസന്മാരോട് എല്ലാവരോടും പറയൂ, നമ്മുടെ അഭിഷേകം നഷ്ടപ്പെടുത്തി കളയരുത്. നിനക്കാരേലും 10 പൈസ തരുന്നെങ്കിൽ, ഒരു ഗ്ലാസ് വെള്ളം തരുന്നെങ്കിൽ, ഒരു കസേര ഇരിക്കാൻ തരുന്നെങ്കിൽ, നമ്മുടെ മിടുക്കുകൊണ്ടല്ല, നിന്റെ മേലെ അഭിഷേകമുള്ളത് കൊണ്ടാണ്. അഭിഷേകം ചോർത്തി കളയരുത്, അഭിഷേകം നഷ്ടപ്പെടുത്തി കളയരുത്, അഭിഷേകം ഒരിക്കലും തീർന്നു പോകരുത്. ഇത് അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നെന്നാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞാനതുകൊണ്ട് കഴിവിന്റെ പരമാവധി ഈ കൂടെ വരുന്നതിനോടൊക്കെ ഞാൻ പറയും, എന്റെ സഹോദരന്മാര് തെറ്റിദ്ധരിക്കരുത്, നിങ്ങള് മറ്റു രീതിയിൽ ഒന്നും ചിന്തിക്കരുത്. ഞങ്ങൾ ഈ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞേ, ഇവിടെ ഞാൻ ഒത്തിരി നാള് ബസ് സ്റ്റോപ്പിൽ വണ്ടി നോക്കി നിന്നിട്ടുള്ളതാണ്. ഇവിടെ പോകുമ്പോഴെല്ലാം പറയും, ഇവിടെ ഞാൻ വണ്ടി നോക്കി, ഇവിടുന്ന് ഞാൻ ലോറിയെ കയറി പോകുന്നുണ്ട്. യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ചിലപ്പം കിട്ടിയിട്ടില്ല. നല്ല വസ്ത്രം കിട്ടിയാൽ കൊള്ളാന്ന് ഞാൻ മാത്രമല്ല, നിങ്ങൾ പലരും, നിങ്ങളിലെല്ലാവരും. ദൈവത്തിന് മഹത്വം. ഞാൻ കഴിവിന്റെ പരമാവധി യോഗം മുടക്കത്തില്ല. കഴിവിന്റെ വയ്യേലും പോവും, ചിലടത്തൊക്കെ ഇരുന്നുകൊണ്ട് എന്നാലും യോഗം മുടക്കുകയല്ല. കാരണം ഒരു യോഗത്തിന് പോകാനുള്ളതിന്റെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ച ആളാണ്. ഒരു 10 രൂപയ്ക്ക് ഞാൻ എത്ര പേരോട്, അന്നത്തെ വിശ്വാസം അത്ര ഉള്ളത് കൊണ്ടാണ് പലരോടും ചെന്ന് ചോദിച്ചു, ഒരു 10 രൂപ, അന്ന് 10 രൂപ മതി. ആരും തന്നില്ല. ഒടുവിൽ അറ്റ കൈ എന്ന് പറഞ്ഞ പോലെ ഒരു സഹോദരനോട് ചെന്ന് ചോദിച്ചു, പുള്ളി 10 തന്നു. ആ 10 രൂപ കിട്ടി. അയ്യോ, എത്ര കിലോമീറ്റർ ഞാൻ ഓടി 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 സന്ധ്യയെല്ലാം കഴിഞ്ഞു. ഉച്ചയ്ക്ക് പ്രൈവറ്റ് ബസ് കയറി ആ യോഗ സ്ഥലത്ത് വന്നു. അത് ഞാൻ വിവരിക്കുന്നില്ല, എവിടെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. ഒരു യോഗം ഞാൻ മുടക്കുകയല്ല, എന്റെ വില അറിഞ്ഞതാണ്. സ്തോത്രം, സ്തോത്രം. ഞാൻ വളരെ പ്രാഗൽഭ്യത്തോടെ പറയാം, നല്ല പ്രാഗൽഭ്യമുണ്ട്. ഈ സഹോദരന്മാരോട് ചോദിച്ചറിയാം. വണ്ടിയിലൊക്കെ പോകുമ്പോ ബസ് സ്റ്റോപ്പിലൊക്കെ ചിലർ നിന്നാ ഞങ്ങൾ കയറ്റിക്കൊണ്ട് പോകും. അത് പരിചയമൊന്നും വേണ്ട. പിന്നെ ചിലപ്പോൾ സ്പീഡിൽ പോകും. ഇന്നിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ ആരെയും കയറ്റിയില്ല, അതുപോലത്തെ വരവായിരുന്നു. അതല്ല, ശാന്തമായിട്ടാ പോകുന്ന സമയത്ത് ആൾക്കാർ അത് ഒന്നല്ല പല പ്രാവശ്യം കയറ്റും. ചിലർ 1 2 ഒക്കെ കയറ്റും. പിന്നെ ചില നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഞാൻ ഈ വഴിക്കാണ്, ഇല്ല ഞങ്ങൾക്ക് കടയെ കയറണം, ചുമ്മാതാണ്. ഇതോ ഒരു സൂത്രങ്ങളാണെന്നറിയാമോ ഞങ്ങൾക്ക്. ആരുടെ കട? കഴിഞ്ഞ ദിവസം ഞാൻ ഒരു യോഗം കഴിഞ്ഞപ്പോൾ ഒരാളോട് പറഞ്ഞു, ഒരാളെ ഒന്ന് വിടാം. അയ്യോ, വണ്ടിയെ മുഴുവൻ സാധനങ്ങളാണ്. വേണമെങ്കിൽ വണ്ടിയിൽ ഒരാളെയും കൂടെ, പിന്നെ നമുക്കിതൊക്കെ അറിയരുത്. സ്തോത്രം. വേണേ കേറ്റാം.
ഇതൊക്കെ ദൈവം കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയാൻ, നമുക്ക് ദൈവം തരുന്നതാ ഇതല്ല, ദൈവം തരുന്നതാണ്. ഇവിടെ ഞാൻ ഒരു അടക്കത്തിന് പോയപ്പം ഇതിനാകുമ്പോ വന്നുണ്ട് അപ്പൊ അടക്കത്തിന് പോയപ്പം ആ മെയിൻ റോഡിൽ നിന്ന് ഈ ദുഃഖഭവനം വരെ പോണേ ഒരു കിലോമീറ്ററോളം ഉണ്ട്. അപ്പൊ വണ്ടി അങ്ങോട്ട് തിരിഞ്ഞപ്പോ ഒരു ഹസ്ബൻഡും വൈഫുവാ, അവര് നിൽക്കുക. ഞാൻ ക്ലാസ് നാക്കാൻ പറഞ്ഞ ഞാൻ ചോദിച്ചു മരണ വീട്ടിലോട്ടാണോ? ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അയ്യോ ആന്ന്, എന്നാ കേറ. വണ്ടിനെ കയറ്റി. ആരാണോന്നും എനിക്ക് പരിചയമില്ല. അങ്ങോട്ടൊക്കെ കേറാൻ പറഞ്ഞു. വണ്ടിയെ കയറ്റി. വണ്ടി ഇച്ചിരി അങ്ങോട്ട് പോയപ്പോ ഈ സ്ത്രീയെ എന്നോട് പറഞ്ഞ പ്രസംഗിക്കുന്നത് പോലെ തന്നെ ആണല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു എന്നാ അമ്മാന്ന്? അല്ല, പ്രസംഗിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്, ദൈവം തരുന്ന വണ്ടിയാ, വണ്ടി ഇല്ലാതെ ആരിലും നിന്ന് അവരെ കയറ്റണമെന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, വെച്ച് അനത്തുന്നത്. അപ്പൊ ഞാനിങ്ങനെ അച്ഛനോട് പറയുന്നു, അച്ഛാ പുള്ളിയാണ്ട് വരുന്നുണ്ട്, നമ്മളെ കയറ്റിയില്ലെങ്കിൽ അടുത്ത ലൈവ് ഞാൻ എഴുതി വിടും, താൻ പറയാൻ പോലൊന്നും അല്ല ഈ തള്ള പറയുക. ഇതൊന്നും അറിഞ്ഞോണ്ടല്ല ഞാനങ്ങ് കയറ്റി. അല്ല, അങ്ങനെയുള്ളവരും ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഷിബുപ്പാക്കോട് ഇവരൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ അവിടെ ഒരു അമ്മ വരും, ഒരു സാധുവായ അമ്മയാ. അമ്മ സാധുവാണെങ്കിലും അമ്മയുടെ നാക്കിന് അത്ര നല്ല നാക്ക് അങ്ങനെ സാധുവായിട്ടില്ല. എന്നാലും ഞാന് നമ്മുടെ വണ്ടിയേല് അമ്മ എപ്പോഴും കൊണ്ടാക്കുകയും ഒന്നും രണ്ടും ഒന്നുമല്ല. പിന്നെ എന്റെ കൂടെ വണ്ടിയെ ഇരിക്കുമ്പോൾ നാക്കും ചുണ്ടും അടങ്ങിയേ ഇരിക്കുള്ളൂ. അന്നേരം സ്റ്റോപ്പ് ചെയ്യും, ആവശ്യമില്ലാത്ത പറയരുതെന്ന് പറയും. കൊണ്ടുപോകും. ഈ വണ്ടിയെ കൊണ്ടുപോകും. അമ്മയൊരു സാധുവായ അമ്മയാ, വളരെ ബുദ്ധിമുട്ടി കൂടെ പോകുന്നു. ഒന്നും രണ്ടുമല്ല, എത്രയോ വട്ടം. ഞാൻ പറഞ്ഞു, തിരുവല്ലായിലും അല്ലെങ്കിൽ നമ്മുടെ ഇടയിലൊക്കെ ധാരാളം പാസ്റ്റേഴ്സ് ഉണ്ട്. എല്ലാവരും ഒന്നും ഞാൻ വിധിക്കുന്നില്ല, ഞാൻ വിധിക്കാൻ ആളുമല്ല. ചിലപ്പോ 1-2 വട്ടം കൊണ്ടുപോകുമായിരിക്കും. പിന്നെ അമ്മയെ കാണുമ്പോ മിക്കവാറും മറ്റേ പുള്ളി പറഞ്ഞ കടയിൽ കയറണമെന്ന് പറയും. 1, 2, 10, 20 പ്രാവശ്യമല്ല. നല്ല പ്രാഗൽഭ്യമുണ്ട്. എന്നോട് ഒരിക്കൽ ചോദിച്ചു, ഈ തള്ളവനെയൊക്കെ കേട്ടിക്കൊണ്ട് ഈ വണ്ടിയെ? ഞാൻ പറഞ്ഞടാ, എന്നാ നീ ഇത് കണ്ടത്, എന്നാ ഇതുണ്ടായത്? പോകുന്ന പോക്കിന് ഇത് മുട്ടിയോ തട്ടിയോ പോയാൽ തീർന്നില്ലേ? ഇടപാട് തീർന്നല്ലോ. ആർക്കും ഒന്നും വരാതിരിക്കട്ടെ, ഒന്നും കണ്ട് ഞെളിയരുതെന്നായി പറഞ്ഞത്. ഞങ്ങളുടെ വീട്ടിലും ധാരാളം പേര് വരും. അത് വെള്ളി ശനി ഞായറൊക്കെ ധാരാളം ആൾക്കാരാ. ചിലപ്പം 12 പേരും 17 പേരും ഒക്കെ രാത്രി വിശ്രമിക്കുന്നു. എല്ലാവർക്കും കിടക്കാൻ കട്ടിലൊന്നുമില്ല. വരുന്നവർ, ഞാൻ പറഞ്ഞോണ്ട്, ഞങ്ങളുടെ വീട്ടിൽ വരുന്നവര് സഹകരിച്ച് നിന്നോണം. അവിടെ വരുന്നവര് ആർക്കും വരാം. ഞാൻ ഹോളിലോട്ട് വലിയ പായും ഒക്കെ വിട്ടു കൊടുക്കും, ഷീറ്റും ഒക്കെ കൊടുക്കും, അങ്ങോട്ട് ഉള്ളത് വീതിച്ച് കിടക്കാൻ പറയും. നാളൊരു ദിവസം എന്നോട് നമ്മുടെ ഒരു കർത്തദാസൻ യുവദാസി ഫോണിൽ കൂടെ ചോദിച്ചു, ഇന്ന് എത്ര പേരുണ്ട്? ഞാൻ പറഞ്ഞു, ഇന്ന് 17 പേരുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വാടകയ്ക്കാണെങ്കിലും സ്വന്തമാണെങ്കിലും ഇത് ദൈവം തരുന്നതാണ്. ഞാൻ രേണുവിന് ചിലപ്പം വയ്യാത്തത് കൊണ്ട് എഴുന്നേറ്റില്ല രാവിലെ. ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് കട്ടന് വിട്ടു കൊടുക്കും. വെളുപ്പിനെ എഴുന്നേക്കും ഞാൻ. എപ്പോഴും ചിലപ്പോ ഒത്തൊന്നും വരികയല്ല. ഉള്ള ഭക്ഷണം അതവരെല്ലാം കഴിച്ചോന്ന് ഉറപ്പ് വരുത്തി വെച്ചേ ഞാൻ കഴിക്കുകയുള്ളൂ. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ. ഇതൊക്കെ പ്രസംഗിക്കാൻ നല്ല പ്രാഗൽഭ്യമാണ്. സ്തോത്രം. അല്ലാതെ സ്റ്റേജിൽ നിന്ന് പോയിന്റ് മാത്രം പറഞ്ഞാൽ പോരാ. 7 പോയിന്റ് ഉണ്ട്. ഒക്കുന്നെങ്കിൽ ഞാൻ 2 പോയിന്റും കൂടെ ഇറക്കി വെച്ച്, കൂടുതൽ ഇറക്കിയില്ലെങ്കിലും ജീവിതത്തിൽ കുറെയൊക്കെ ഒന്ന്, ഇതൊക്കെ നല്ല പ്രാഗൽഭ്യമാണ്. ദൈവകൃപ കൊണ്ട് കൂട്ടായ്മ ആചരിച്ച തുടങ്ങിയ അന്ന് മുതൽ ദൈവം അനുവദിച്ച അവിടുത്തെ വരവ് താമസിച്ചാൽ നാളെ പകൽ വരെ വരുന്ന എല്ലാവർക്കും സഭായത്തിന് ഭക്ഷണം കൊടുക്കും. വിശന്ന് പോകരുത്. ഇത് കൂടുതൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ഞാനും അവരെല്ലാം സഹായിക്കും, എല്ലാവരും സഹായിക്കും. എന്നാലും മേൽനോട്ടം ഉണ്ട്.
ഇപ്പോൾ ഇവിടുന്ന് ഉച്ചയ്ക്ക് പോയിട്ട് ചെന്ന് മീൻ കൂട്ടാനെല്ലാം വെച്ചാൽ തേങ്ങ തന്നെ. പിന്നെ അതിനല്ലേ നാളെ വരാൻ പറഞ്ഞു. അന്നേരം എവിടെ ഇരിക്കാന്ന് പറഞ്ഞു. ഇനി ചെന്നിട്ടും ഉണ്ട് പണി. നിങ്ങൾ എന്റെ സഭയിൽ അവരോട് ചോദിക്കും. ഇവർക്കെല്ലാം അറിയാം. ചർച്ചിലുള്ള മുഴുവൻ ആൾക്കാരും കഴിച്ച് തൃപ്തി വന്നെന്ന് ഉറപ്പ് വന്നെങ്കിലേ ഞാൻ കഴിക്കും. ആ ഇതൊക്കെ നല്ല പ്രാഗൽഭ്യം ഉണ്ട്. അതുകൊണ്ടാണ് ഉറപ്പ് വരുത്തും. ചിലപ്പോ ഞാൻ അന്നേരം അവിടെ വെച്ച് കഴിക്കത്തുമില്ല. ചിലപ്പം വീട്ടിലൊക്കെ പോയിട്ടായിരിക്കും എന്തേലും. ചിലപ്പോ കഴിച്ചാലായി. നല്ല പ്രാഗൽഭ്യത്തോടാ ഇതൊക്കെ പറയാൻ. സ്തോത്രം. ആട്ടെ, ഞാൻ ഇടയ്ക്ക് കയറി ഒന്ന് രണ്ട് കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ. അതൊക്കെ ദൈവകൃപയാ കേട്ടോ, ദൈവകൃപയാ. നമ്മുടെ വിശേഷതയൊന്നുമല്ല, ദൈവകൃപയാ. എന്നാ ഇത് ഇങ്ങനെ ചെയ്യാൻ കാര്യം നമ്മുടെ മേലൊരു അഭിഷേകമുള്ളത് കൊണ്ടാ. നമ്മുടെ കുടുംബമഹിമയല്ല, കുടുംബശ്രേഷ്ഠതയല്ല, നമ്മുടെ വൈഭവം കൊണ്ട് കിട്ടിയതല്ല. ദൈവം നമ്മുടെ മേൽ ഒരു അഭിഷേകം തന്നിരിക്കുന്നത് കൊണ്ടാണ്. ഈ അഭിഷേകം ചോർത്തി കളയരുത്. ഈ അഭിഷേകം നഷ്ടപ്പെടുത്തി കളയരുത്. ആരെങ്കിലും 10 പൈസ തരുന്നെങ്കിൽ, 10 രൂപ തരുന്നെങ്കിൽ, ഒരു ഗ്ലാസ് വെള്ളം തരുന്നെങ്കിൽ, കിടക്കാൻ ഇടം തരുന്നെങ്കിൽ, വണ്ടിയെ കയറ്റുന്നെങ്കിൽ, ഇരുത്തുന്നെങ്കിൽ, നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, ദൈവത്തിന്റെ അഭിഷേകമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പ്രിയരെ, അഭിഷേകത്തിന് ഭംഗം വരുന്ന, അഭിഷേകം ചോർന്നു പോകുന്ന, അഭിഷേകത്തിന് ഹാനി വരുത്തുന്ന ഒരു കാര്യത്തിലും ദൈവമക്കൾ ഇടപെടരുത്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. എന്റെ ആഗ്രഹവും അന്ത്യം വരെ ഇങ്ങനെ പോകണമെന്ന്. ദൈവത്തിന് മഹത്വം. ഞാൻ ഞങ്ങളുടെ വീട്ടിൽ വരുന്നവരോടൊക്കെ പറയുന്നത്, നിങ്ങൾക്ക് ദാഹിക്കുകയോ വിശക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അടുക്കളയിൽ കയറിക്കോണം. ചിലപ്പോ എപ്പോഴും എടുത്തു തരാനും വന്ന് ഓർത്തെന്ന് അവിടെ പഞ്ചസാര അവിടെ ഇരിപ്പുണ്ട്, കാപ്പിപ്പൊടി അവിടെ ഇരിപ്പുണ്ട്, തേയില അവിടെ ഇരിപ്പുണ്ട്. ഇഷ്ടമുള്ളപ്പം കയറി ചായ ഇടുകയോ കുടിച്ചോണം. വിശക്കുന്നുണ്ട് ഫ്രിഡ്ജിനകത്തോ വെളിയിലോ എന്തെങ്കിലും ഒക്കെ ഇരിക്കുന്നുണ്ടോ എടുത്ത് കഴിച്ചോണം. കളയരുത്. കളഞ്ഞാ വിധമാണ്. കളയാനൊക്കത്തില്ല. ആവശ്യമുള്ള ഭക്ഷണം മേടിച്ചോണം, എടുത്തോണം, തൃപ്തിയാകും വണ്ണം കഴിച്ചോണം. ഉള്ളത് ഒരു സാധനം കളയാൻ ഇതിന് വിലയുള്ളതാ. ദൈവമക്കള് ദൈവനാമത്തിൽ തരുന്നതാ, അതിനെല്ലാം വിലയുള്ളതാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതൊരു അഭിഷേകം. അഭിഷേകം ഉണ്ടെങ്കിലേ ഇത് ഒക്കുള്ളൂ കേട്ടോ. ദൈവത്തിന്റെ മകത്ത് ഇതൊരു അഭിഷേകമാണ്. അപ്പൊ ഈ നമ്മുടെ മേൽ പകർന്ന അഭിഷേകം ചോർത്തി കളയരുത്. ദൈവത്തിന്റെ മഹത്വം. ദാവീദ് യോനാഥാനുമായിട്ട് അവൻ പറ്റുമാനം വരിക. അപ്പൊ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സോട് പറ്റിച്ചേർന്ന്. അതിന് കാരണം ദാവീദിന്റെ മേലൊരു അഭിഷേകമുണ്ട്. 17-ാം അധ്യായത്തിലെ ശുശ്രൂഷയാ 18-ൽ ഇവർ തമ്മിൽ അടുക്കാൻ കാര്യം. എന്നാ 17-ലെ വിഷയം നിങ്ങൾക്കറിയാം. അത് പറയണ്ടല്ലോ. 40 ദിവസമായി മിടുക്കന്മാരെ കൊണ്ട് നടത്താഞ്ഞ കാര്യമാ അവ ക്ഷണനേരം കൊണ്ട് ദാവീദിനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ചു. 40 ദിവസമായിട്ട് ചുമ്മാ വിക്ടറി, കാൽവറി, ജീസസ് എന്നും പറഞ്ഞിങ്ങനെ പാമ്പ് ചീറ്റും പോലെ ചീറ്റി നിൽക്കുന്നല്ലാതെ 40 ദിവസം ബാനറും ഒക്കെ വലിച്ചു കെട്ടി 40 days ഫാസ്റ്റിംഗ്. ദാവീദ് സമയമായപ്പോ ഇങ്ങോട്ട് വന്ന അപ്പൻ ദാവീദിനെ വിളിച്ചു പറഞ്ഞേടാ മോനെ, ഇശായി പറ, ചേട്ടന്മാരെല്ലാം മിലിറ്ററിയിലാണ്. സുബേദാറും മേജറും പിന്നെന്തോ ക്യാപ്റ്റനും. അപ്പം നീ അവിടെ മരുന്ന് പോണം. എന്തിനാ പക്ഷെ ഇവന്മാര് പോയിട്ട് വിവരം ഒന്നുമില്ല. ഇവന്മാരവിടെ എന്നാ എടുക്കുകയാണെന്ന്. ഈ ഒരു പറ മലരും 10 പാൽക്കട്ടിയും 10 അപകർഷണം. പാൽക്കട്ടി 10 സഹസ്രാധിപന് കൊടുത്തേക്കണം. പക്ഷാ പിന്നെ മലര് അവന്മാർക്ക് കൊടുക്കുക. ഒന്നും നടന്നില്ലേ, കുറിച്ചെങ്കിലും കൺവെൻഷന് പോയിട്ട് അതിലെ കടകളെ കുറിച്ച് കണക്കുന്ന കണ്ടിട്ടില്ലേ? കാരണം അവിടെ നിന്നൊന്നും കിട്ടാനില്ല. എന്നാ പിന്നെ അപ്പൊ ഇങ്ങനെ ദാവീദ് പടക്കളത്തിലോട്ട് വന്നപ്പം കേൾക്കുന്ന വാചകം മുഴുവൻ ഇസ്രയേലിന്റെ ദൈവത്തെ നിന്ദിക്കുന്നു. അഭിഷേകമുള്ളവൻ ഇത് കേട്ട അടങ്ങിയിരിക്കുകയല്ല. അതാ അഭിഷേകത്തിന്റെ വിശേഷം. മറ്റവന്മാർക്ക് അഭിഷേകം പോയത് കൊണ്ട് അവന്മാർക്ക് ഇതൊന്നും അവർക്ക് വിഷയം. ശൗലിനാണ് അഭിഷേകം പോയി അവസാനം ഭൂതം കയറി
നൊരയും പതയും നൊരയും പതയും ചാടി പുള്ളി ഏതാണ്ടല്ലോ അങ്ങ് പറയാ. വേറെ പുസ്തകം വായിച്ചാൽ ഉറഞ്ഞു പറയുന്നെന്നാ. ഭൂതവാ ഉറഞ്ഞു. അണ്ടാ 18:10 വായിച്ചേ. ശാമുവേലിന്റെ പിറ്റേനാൾ ദൈവത്തിന്റെ പക്കൽ നിന്ന് ഉറഞ്ഞു പറയുക. എന്നതാണ് പുള്ളിക്കും അറിയാൻ മേലെ, കേൾക്കുന്നവർക്കും അറിയത്തില്ല. ആൾക്കാർ പറയും അച്ഛൻ ആത്മാവിലാണ്. എന്തോ ആത്മാവ്? ഉറഞ്ഞു പറയുക. ഈ പരുവത്തിലാ ശൗല്. കൂടെയുള്ളവരും ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഗോലിയാത്ത് ദൈവത്തെ നിന്ദിക്കുന്നു, ഇസ്രായേലിന്റെ ദൈവത്തെ നിന്ദിക്കുക. അത് അഭിഷേകം പ്രാപിച്ചവന് കേട്ടിരിക്കാനൊക്കത്തില്ല. അവൻ പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് പറഞ്ഞു, ഞാന് ഇവനെ ഇപ്പം വീഴ്ത്തുമെന്ന് പറഞ്ഞു. ഇവനെ ഇപ്പം ഞാൻ തീർന്നു. അപ്പം ദാവീദിന്റെ ചേട്ടന്മാര് ശമ്മ, ഏലിയാബ്, ഷിമയി, ഇവരെല്ലാം കൂടെ നീ ആടിനെ എല്ലാം ആര് ഏൽപ്പിച്ചു വെച്ചാ? നീ വട കാണാമെന്ന് പറഞ്ഞു. ആടിനെ ഇപ്പൊ അങ്ങ് ആത്മഭാരം ഇതുവരെ ഇല്ലാത്ത. നിങ്ങൾ ചിലരുടെ ആത്മഭാരമൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? കാശുള്ളവരെ കാണുമ്പോൾ ഭയങ്കര ആത്മഭാരമാണ്. ഭയങ്കര കാശും പുത്തനും ചുറ്റുപാടും ഇല്ലാത്തവനെ കാണുമ്പോ അത്രയും ഭാരം. ചില എല്ലാരും അങ്ങ് പരസ്യയോഗ സഭയായിട്ട് ഞാനെ വെല്ലുവിളിച്ച് ചോദിക്കാം. ഏതായാലും പ്രശ്നമാകുമെന്ന് എനിക്കറിയാം. അങ്ങനെ പരസ്യയോഗം നടത്തുമ്പം പുറമ്പോക്ക് താമസിക്കുന്ന സാധുവായ ഒരുവൻ രക്ഷിക്കപ്പെട്ടു. വീടുമില്ല, ചുറ്റുപാടുമില്ല, കളറുമില്ല, നിറവുമില്ല, കാശുമില്ല, ശ്രേഷ്ഠതയില്ല. അവൻ പറയാ, ഞാനും രക്ഷിക്കപ്പെട്ടു, നിങ്ങളുടെ കൂടെ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ നമ്മുടെ മനോഗതി എന്തായിരിക്കും? നല്ല മനസ്സുള്ളവരുണ്ട്. ബ്രദറെ, അത് നിങ്ങളുടെ അടുത്ത് വേറെ ചില സഭയിലൊക്കെ ആൾക്കാർക്ക് അംഗത്വം കൊടുക്കുന്ന വലിയ ലിസ്റ്റാ. എവിടാന്നൊന്നും ചോദിക്കരുത്. സ്വന്തമായിട്ട് വീടില്ലാത്തവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുകയല്ലെന്ന്. ആത്മഭാരമാ. സ്വന്തമായിട്ട് മനസ്സിലായി കാണും. എവിടാണെന്ന് എനിക്കറിയാം, പക്ഷെ പൊതുവെ പറയുന്നത് മോശമല്ലേ? അതുകൊണ്ട് വേണ്ട. ഭയങ്കര ആത്മഭാരമാ. ചിലര് ആൾക്കാരെയൊക്കെ ഒന്ന് പരിശോധിക്കും, എങ്ങനെ ഉണ്ട്. സ്വഭാവമല്ല, സ്റ്റാറ്റസിന്. ഈ പുസ്തകം തന്നെ ആണോ പ്രസംഗിക്കുന്നേ? ഇത് തന്നെ ആണോ കയ്യിലിരിക്കുന്നേ? ദൈവത്തിന് മഹത്വം. അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ മുമ്പിലാ ഞാനും നിങ്ങളും ഇരിക്കുന്നത്. നീതിയോടെ വിധിക്കുന്നവന്റെ സന്നിധിയിലാ വന്നിരിക്കുന്നത്. ഉൾപ്പൂവുകളെയും നിലവുകളെയും ആരായുന്നവനുമായിട്ടാ കൂട്ടായ്മ. ചിലക്കങ്ങ് ഭയങ്കര ആത്മഭാരത്തോടെ ഒരാൾ രക്ഷിക്കപ്പെട്ടു വന്നാ പറയാം, ബ്രദറെ, അത് നിങ്ങളെ പോലുള്ളവർക്ക് ഇവിടെ മെമ്പർഷിപ്പ്. ഒരാൾ എൻ്റെ അടുക്ക സങ്കടത്തോടെ വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ ആർക്കും വേണ്ടാത്തവരും ഉപേക്ഷിച്ചവരും അശരണരും ഒക്കെ അങ്ങോട്ട് പോരാൻ പറഞ്ഞു. എനിക്ക് അങ്ങനത്തത് മതി, മറ്റവര് വരുന്നൊന്നും അല്ല പറഞ്ഞേ. അല്ല, ആർക്കും വേണ്ടാത്തവര്, ആരും ഗവനിക്കുന്നില്ല, ആരും മാനിക്കുന്നില്ല. വാ, ഇത് ചുമ്മാ പറഞ്ഞതൊന്നും അല്ല കേട്ടോ. നിങ്ങൾ ഒന്ന് അന്വേഷിക്കും. ചുമ്മാ പറഞ്ഞൊന്നുമല്ല. ദൈവത്തിന് മഹത്വം. നമ്മളെ നല്ലതുപോലെ അറിയുന്ന കർത്താവുണ്ട്. ദൈവത്തിന് മഹത്വം. നല്ലതുപോലെ അറിയുന്ന ദൈവം. അപ്പൊ ഈ മിടുക്കന്മാരെല്ലാം ചോദിച്ചു, നീ പട കാണാൻ വന്നതല്ലേ? ദാവീദ് പറഞ്ഞ, അല്ല അച്ഛാ, പട കാണാൻ വന്നതല്ല, അപ്പച്ചനെ നീ ഇങ്ങോട്ട് വിട്ടതാ. പക്ഷെ ഇവിടെ വന്നപ്പോ അവന്റെ വെല്ലുവിളി കേട്ടു, എന്നാലും എനിക്ക് അഭിഷേകം ഒന്ന് ചോദിച്ചു, ഇവനെ ഞാൻ താഴെ ഇടുമെന്ന് പറഞ്ഞു.
അവൻ പറഞ്ഞു അങ്ങനെ ഇവിടെ പെട്ടെന്നൊന്നും അങ്ങനെ ശുശ്രൂഷയ്ക്ക് അവസരം തരത്തിൽ ഇവിടെ കമ്മിറ്റി കൂടണം, കൗൺസിൽ തീരുമാനിക്കണം, പിന്നെ പ്രസിഡന്റ് ദുരാത്മാവ് നിൽക്കുക. ആരാ? ശൗല്. എന്താ പ്രസിഡന്റ്? അവൻ പറഞ്ഞു എന്നാ പ്രസിഡന്റിനോടൊന്നും. അവൻ വന്ന് പറഞ്ഞു ആച്ചാ ഞങ്ങള് 40 days ആയിട്ട് ഇങ്ങനെ തയ്യക്കാരൻ നിൽക്കും പോലെ നിൽക്കുക, ഗ്ലോറി, വിക്ടറി, കാൽവറി എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക, ഒന്നും നടക്കുന്നില്ല. പക്ഷെ ഇപ്പൊ ഒരു പയ്യൻ വന്നിട്ടുണ്ട്, അവനെ താഴെ ഇടുമെന്നാ പറഞ്ഞു. അപ്പൊ ചോദിച്ചു അവനെ IPC ആണോ ചർച്ച കൂടാണോ ഏത് സഭയാണെന്നൊന്നും അറിയാൻ പറ്റില്ല, പക്ഷെ ഒരു അഭിഷേകം ഉണ്ട് അവന്റെ മേ. അപ്പൊ ചോദിച്ചു എന്നാ ഒന്ന് നോക്കട്ടെ. ശൗല് വന്ന് ചോദിച്ചു മോനെ നീ ഏതാ? പറഞ്ഞു എന്ത് തിരുമേനി, ഞാന് ഇഷായിയുടെ ഇളയ ചെറുക്കനാ. നീ മണക്കാലയിലാണോ പഠിച്ചത്, അതോ മുളക്കുഴയിലാണോ പഠിച്ചത്, അതോ പുനലൂരാണോ പഠിച്ചത്, അതോ SABCയിലാണോ, അതോ എവിടാ, അതോ അങ്ങ് അവിടെ ഡൽഹിയിലെ പിള്ളേടെ എവിടാ പഠിച്ചത്? ദാവീദ് പറഞ്ഞു ഞാൻ ഇന്നും പഠിച്ചില്ല, പഠിക്കണമെന്നുണ്ട്, ഇവന്മാരും എന്നെ പഠിപ്പിക്കത്തില്ല. പിന്നെ ഞാൻ ആകെ കൂടെ പഠിച്ചത് ആടുമായിട്ട് കുറെ നാള്. പക്ഷേ പുസ്തകത്തിലെ പഠിത്തം ഒന്നും എന്റെ കയ്യിലും ഇല്ലെങ്കിലും അനുഭവത്തിൽ ഞാൻ ചൊല്ലത് പഠിച്ചു. പുസ്തകത്തിലെ പഠിത്തം തിയോളജി പഠിക്കുന്ന മോശമാണെന്നല്ല, പഠിച്ചോ. ന്യൂമറ്റോളജിയും ആന്ത്രോപോളജിയും പിന്നെന്തുവാ ഏഞ്ചലോളജി, ദൂതശാസ്ത്രം അല്ലേ? വേറെ 14 കണ്ടല്ലോ. ദൈവത്തിന് മഹത്വം. തിയോളജി ഒന്നും അറിയത്തില്ല, പക്ഷേ ഡിഗ്രി ഒന്നും സമ്പാദിച്ചില്ലെങ്കിലും അനുഭവം ഉണ്ട് എനിക്ക്. ശൗല് ചോദിച്ചു എന്തുവാടാ കൊച്ചനെ അനുഭവം? എന്റെ തിരുമേനി, ഞാന് പണ്ട് എന്റെ അപ്പച്ചന്റെ ആടിനെ മേയിച്ചോണ്ട് ഇങ്ങനെ വനത്തിൽ കൂടെ പോകുമ്പോൾ ഒരിക്കലൊരു സിംഹം ചാടി ഇങ്ങോട്ട് വന്നു. എന്റെ പരിധിയിൽപ്പെട്ട ആട്ടുംകുട്ടിയെ പിടിച്ചപ്പം ഞാൻ നോക്കുന്നില്ല, അഭിഷേകത്തിന്റെ ശക്തിയിൽ അങ്ങോട്ട് ചെന്ന്, എന്റെ ഭാഷയാ, സിംഹത്തിന്റെ മേത്താടിയും കീത്താടിയും അകത്തി വെച്ച് ആട്ടുംകുട്ടിയെ പിടിച്ചിഞ്ഞു വാങ്ങി. ഇതുപോലെ ഒരിക്കൽ ഒരു കരടി വന്നു എന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒന്നിനെ പിടിച്ചപ്പോൾ, തിയോളജി ഒന്നും എനിക്കറിയത്തില്ല, ദൈവത്തിന് മഹത്വം, ആ കരടിയെ അടിച്ചൊതുക്കിയ ആട്ടിൻകുട്ടിയെ പിടിച്ചിഞ്ഞു വാങ്ങി. സാക്ഷിയുടെ രക്തചുരുക്കം ഞാൻ ഇങ്ങനെ പറയാം. സാക്ഷിയുടെ രക്തചുരുക്കം ഇതാ, എന്റെ തിരുമേനി, സിംഹം വന്നപ്പോൾ സിംഹത്തെക്കാളും ബലം, കരടി വന്നപ്പോൾ കരടിയെക്കാളും ബലം. അങ്ങനെയെങ്കിൽ ഈ ഗോലിയാത്തിനേക്കാൾ ഇന്ന് രാത്രി ദൈവം ബലം പകരാൻ പോകുകയാണ്. നിനക്കെതിരെ വരുന്ന, നിനക്ക് വിരോധമായി വരുന്ന, നിനക്ക് പ്രതികൂലമായി വരുന്ന ദുഷ്ട ശക്തികളുടെ മേൽ ഇന്ന് രാത്രി വിടുതലെടുക്ക്, വിടുതലെടുക്ക്, വിടുതലെടുക്ക്. ഇന്ന് രാത്രി ദൈവത്തിന് വിടുവിക്കുന്ന രാത്രിയാ. പോരുകൾ അടിക്കട്ടെ, ജീവിതത്തിനെതിരെ, നന്മയ്ക്കെതിരെ, കുടുംബത്തിനെതിരെ, ആരോഗ്യത്തിനെതിരെ. ഉടമക്കെട്ടി, മടവച്ചാര, ദുരമക്കെട്ടി, അമ്പലവെള്ളി, വേദിക്കെട്ടി, ഉടയാരാജ, വൈഡപ്രഭന, ഇന്ന് രാത്രി വിടുതൽ. രോഗബന്ധനം അടിക്കട്ടെ, രോഗാത്മാവ് അടിക്കട്ടെ, അന്ധകാരത്തിന്റെ കോട്ടകൾ ഇന്ന് രാത്രി അടിയട്ടെന്ന്. അടന്തല ജഗത്തുരി അടൽമനകടകതന വിരിവികമല. ഇന്ന് രാത്രി വിടുതൽ, വിടുതൽ, വിടുതൽ യേശുവിന്റെ നാമത്തിൽ. കെട്ടുകൾ പൊട്ടട്ടെ, സാത്താന്റെ കെട്ടുകൾ അടിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രന്റെ ശക്തി. ൂടബലപടബല തിരിക്കര കുടിക്കരാതല തിരവരപടബലപടം ഉടവര വിരിവിരി തിരപ്രബടബലപടബല. ഹല്ലേലൂയ. ഇതാ സാക്ഷി, ഇത്രയുള്ളൂ സാക്ഷി. സിംഹം വന്നപ്പോഴേക്കാൾ സിംഹത്തെക്കാളും ബലം, കരടി വന്നപ്പോ കരടിയെക്കാളും ബലം.
അങ്ങനെയാണെങ്കിൽ ഗോലിയാത്തൊന്നും വിഷയമല്ല. അവനെ തറ പറ്റിക്കുന്ന അഭിഷേകമായ എന്റെ മേൽ. ഇന്നത്തെ പല ദാവീദും സാക്ഷ്യം ഇതാ. ഞങ്ങളുടെ അപ്പച്ചൻ പണ്ടൊരു സിംഹത്തെ, എന്റെ ഗ്രാൻഡ് ഫാദർ പണ്ടൊരു കരടിയെ, അപ്പച്ചൻ അടിച്ച കരടിയുടെ എല്ലാണ് ഈ ഷോക്കേസ്. നീ അപ്പച്ചൻ ചെയ്തു ശുശ്രൂഷ, നല്ല കാര്യം. നീ വല്ലതും ചെയ്തോ? നീ എന്തോ ചെയ്തു? അപ്പച്ചൻ ആത്മാവിൽ എഴുതിയ പാട്ട്, അപ്പച്ചൻ ആത്മാവിൽ കഷ്ടതയുടെ തീച്ചൂളെ കൂടെ പോയപ്പോ പാട്ടെഴുതി. അതിപ്പം കൊച്ചുമക്കൾ ഇപ്പം വിറ്റ് അപ്പച്ചൻ കഷ്ടതയുടെ തീച്ചൂളെ കൂടി പോയി അവൻ വേല ചെയ്തതല്ല, ഇപ്പൊ പുസ്തകമാക്കി വെച്ച് അത് വിറ്റ് എല്ലാരും അല്ല. അപ്പച്ചന്റെ പാരമ്പര്യം പറഞ്ഞ് അത് മുതലാക്കുന്നവരും. നീ വല്ലതും ചെയ്തോ? നീ എന്തോ ചെയ്തു? ദാവീദിന് അപ്പച്ചൻ ചെയ്തതൊന്നുമല്ല, എന്റെ കൈ കൊണ്ട് എന്റെ ദൈവം ചെയ്യിപ്പിച്ചു. ഈ സാക്ഷി കേട്ടപ്പം ശൗലിനെ അളക്കം. ഈ ഭൂതവാമയിലും ചില സാക്ഷി കേൾക്കുമ്പോ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ശൗൽ ഉടനെ പറഞ്ഞു, അബ്നേരി ഏതാടാ ഈ പയ്യൻ? നിന്റെ പൊന്നു തിരുമേനി. പുള്ളി ഒന്നും നോക്കിയില്ല, കിട്ടിയിരുന്നത് കോട്ടുടനെ. ദാവീദും ചിന്തിച്ചു, ആ തിരുമേനി തന്നതല്ലേ എന്നാ. ദാവീദ് തിരുമേനി തന്ന കോട്ട് ഇട്ടിട്ടിപ്പം നടക്കാൻ വയ്യ. നമ്മളാന്ന് ഏതായാലും തിരുമേനി എന്നാ ഇതിന് ഒരു 3-4 കോട്ട് ഇട്ടിട്ടുണ്ട്. ഈ കോട്ട് പറയുന്നില്ല. ദാവീദിന്റെ കൃപ, ശീലമില്ല, നടക്കാനും വയ്യ. അന്നേരം ഒരു തിരുമേനിക്ക് തന്നെ കൊടുത്തു. എന്റെ പൊന്നു തിരുമേനി, ഞാനിത് ഇട്ടുകൊണ്ട് ശുശ്രൂഷ ചെയ്താലൊന്നും ശ്വാസം വിടാൻ പറ്റുമോ? വാക്യം പറയാൻ പറ്റുമോ? മനസ്സിലാകുന്നുണ്ടോ? അതിനിടയ്ക്ക് കരണ്ടും പോയി. മനസ്സിലാകുന്നുണ്ടല്ലോ? അതിനിടയ്ക്ക് കരണ്ടും പോയി. ഇവിടെ ഒരു കല്യാണത്തിന് പോയി. എന്തോ ചൂടാ, മുഴുവൻ തയ്യും കോട്ടും കേട്ടു. എന്തോ ചൂടാ. അമേരിക്കക്കാര് തയ്യും കോട്ടും കെട്ടുന്ന അവിടുത്തെ അന്തരീക്ഷവും കാലാവസ്ഥ ഇല്ല. അത് കണ്ടോണ്ട് നമ്മൾ തിരുവല്ലയിൽ ഈ മീനെ ചൂടിന് പാമ്പ് ചാകുന്ന വെയില്. ഞാൻ നോക്കുമ്പോ ഒരുത്താൻ ഊരിയ ചൊറൊച്ച. കോട്ടിടുന്ന തെറ്റാന്നോ കളിയാക്കി പറഞ്ഞതല്ല. ദാവീദ് പറഞ്ഞ എന്റെ തിരുമേനി ഇത് ഇട്ടൊന്നും ശീലമില്ല, പിടിച്ചോളാൻ പറഞ്ഞു. ദാവീദ് തോട്ടിന്ന് 5 കല്ല് എടുത്തല്ലോ, മിനുസമുള്ള അത് സഞ്ചിയിലുണ്ട്. എന്റെ ഭാഷയാ. പ്രാർത്ഥിച്ചതിലൊരു കല്ലെടുത്ത കവണയിൽ വെച്ചോടനെ എറിഞ്ഞൊന്നുമില്ല കേട്ടോ. വെച്ച് നമ്മൾ വന്ന ഉടനെ നന്നാ കസേരയിൽ ഇരുന്നില്ല. അതിനു മുന്നേ ചുമ്മാ ഈ എന്നെ വെളിവില്ലാത്തതിനെ. ദാവീദ് കല്ലെടുത്ത് കവണയിൽ വെച്ചോടനെ എറിഞ്ഞില്ല, അവിടെ വെച്ച് വീശി. അതാ ശുശ്രൂഷയുടെ താന്മയത്വമാണ്. വെച്ച് വീശണം. നമ്മൾ വെച്ച ഉടനെ എറിയോ ഒറ്റ കല്ല് കൊള്ളുകയില്ല. ഒരു ലോഡ് കല്ലിറക്കിയാ പോലും. ദാവീദ് കല്ലെടുത്ത് കവണയിൽ വെച്ചൊന്ന് വീശിയത് തന്നെ വെച്ചാൽ ഇങ്ങനെ വീശി അവന്റെ നെറ്റിക്കിട്ട് ഉന്നം പിടിച്ചു. ഇങ്ങനെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, അവന്റെ തിരുനെറ്റി. നമ്മുടെ ലക്ഷ്യം ഒന്നേ ഉള്ളു കേട്ടോ. അവന്റെ തിരുനെറ്റിക്കിട്ട് ഉന്നം പിടിച്ചു ഇങ്ങനെ വീശി. എന്റെ ഭാഷയാ, ദൈവകൃപയിൽ അങ്ങോട്ട് നിറഞ്ഞ്
അതിന്റെ ആ നല്ല അന്തരീക്ഷത്തിൽ വന്നപ്പോൾ ഒറ്റ ഏറ് സൂക്ഷം കല്ല് എന്ന് തിരുനെറ്റി. ഇത് അഭിഷേകമുള്ളത് കൊണ്ടാണ്. നമ്മള് നെറ്റിക്കിട്ട് ഉന്നം പിടിക്കും, കല്ല് എന്ന് കൊള്ളുന്നത് മുട്ടയിലുമായിരിക്കും കാലിന്റെ. അവൻ ആ കല്ലെടുത്ത് തിരിച്ച് നമ്മക്കിട്ട് നമ്മുടെ ആറാമാലിക്ക് കൊണ്ട്. പിന്നെ നമ്മൾ 3 ആഴ്ച സഭായത്തിന് അതിൽ പറഞ്ഞ എന്നാ സഭായത്തിന് 3-4 ആഴ്ചയായിട്ട് ഇത് അമ്മാമിയെ ചക്കരത്തുണ്ടിയിലെ പ്രാർത്ഥന കഴിഞ്ഞേ പിന്നെ എനിക്ക് പൊങ്ങ നീ സ്തോത്രം പറയാതെ ഊമം തെറ്റുന്ന പിയായി നല്ല ആറാമാലി നോക്കി എറിഞ്ഞു. നീ കൈയടിക്കത്തുമില്ല, പാടുകയില്ല, പ്രാർത്ഥിക്കുകയില്ല, ദൈവത്തെ ചുമ്മാ കുത്തിയിരുന്ന് ഉറങ്ങുക. രാജന് മനസ്സിലായി നല്ല ഏറ് കൊടുക്കാന്ന്. നല്ല ഏറ് നിന്റെ വാരിയല് 3 എണ്ണം ഒടിഞ്ഞ്. എടാ, പെന്തിക്കോസ് ആരാധന വന്നാൽ വന്നവൻ വിടുതൽ പ്രാപിച്ചു പോകണം. രോഗിയായിട്ടായിരിക്കും വന്നത്, പക്ഷെ ഇവിടുന്ന് പോകുമ്പോ സൗഖ്യത്തോടെ പോകണം. മനോദുഃഖത്തോടാ വന്നത്, പക്ഷെ സ്തുതി എന്ന മേലാട ധരിച്ചു വേണം ഇതിനകത്ത് നിന്ന് തിരിച്ചു പോകാൻ. Praise the Lord. അല്ല, പെന്തിക്കോസ് വന്നത് പോലെ തിരിച്ചു പോകരുത്. നീ മനോദുഃഖത്തോടാ വന്നത്, തിരിച്ചു പോകുമ്പോൾ പടക്കുതിര പോകും പോലെ പോകണം. കടഭാരമുള്ള വിഷയത്തിലാ വന്നത്, ഇന്ന് രാത്രി തിരിച്ചു പോകുമ്പോ കൊള്ള കണ്ടു കെട്ടിയവരെ പോലെ. ഇന്ന് രാത്രിയില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. എല്ലാ കെട്ടുകളും ഇന്ന് രാത്രി പൊട്ടട്ടെ. ജനത്തെ ബന്ധിക്കുന്ന, ജനത്തെ തളർത്തി കളയുന്ന ഇന്ന് രാത്രിയില് എല്ലാ കെടിമതികൾ ഈ രാത്രി അഴിയട്ടെ. പൂത്ത വ്യാപാരങ്ങള് ഇന്ന് രാത്രി ദൈവിക വിടുതൽ, ദൈവത്തിന്റെ വിടുതൽ ഉടറബല ശൈതൽ വിവിക്കപരപടമല്ല. ഇന്ന് രാത്രിയില് പൂരം പൂരം ദുരിതം അടക കമനപടമല. ഈ രാത്രി വിടുതൽ, ദൈവിക വിടുതൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ. ദൈവശക്തികൾ ഈ രാത്രി വിടുതൽ വെളിപ്പെടും യേശുവിന്റെ നാമത്തിൽ. ദൈവശക്തി, ദൈവകൃപ ഇന്ന് രാത്രിയില് അഭിഷേകത്തിന്റെ ശക്തി, ദൈവാത്മാവിന്റെ വ്യാപാര ശക്തി, അഭിഷേകം 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 ദൈവശക്തികൾ നിറങ്ങട്ടെ. ഉടബല തുഹിബിരി ഓ തിരബല ബടബല ബിരിബിരി ഉടബല ബലബല ഓ സി 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 ഈ ബടബല ബല ഉടബല ബിരിബിരി തിരബല ബടബല അടകൽ കലക സി 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 ഉടബല ബലബല ടി 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 ബല ബിരിബിരി ഓ റിഗദല ഗടക വിടുതൽ വിടുതൽ ഉടബല ബല ബി 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 ഉടബല ബല 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 ഗടഗല ഗദുര ബിബി ബിബി ഉടബല ബല ബ ഇരബച്ച സിസി ഇക്കറ്റിബി ബരഹിബി ഉടബ ചീബ ബിബര ഉട ബിര ബിരിബിരി ഉടബല ബലബ ബിരിബി കബര ഉടബല ബിരബല ബി ടി 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 ഉടബല ബല ഉടബല ബിരിബിരി ബലബല ബല ബിരബ ബിബി ബിരബല ഉടബല ബല ബിരബല ബൗഷ ഓ ബിബി കബര ബല ബിരബ ചൈതൽ ഉടബല ബിരിബി ബിര തുരി പ്രബല ഉടബ ചൈതൽ ഓ ജീസസ് ഉടാരബ ചബരബല ബല ഇമന ബടബല ബടബല ബിരിബിക ബടബല ബല ബിരിബിക ബടബല ബല ഊറബ ശൈതൽ കമന ബടബല കെട്ടുകൾ പൊട്ടട്ടെ. അഭിഷേകത്തിന്റെ ശക്തി പുഷ്ടി നിമിത്തം നുക തകരട്ടെ. ജീസസ് ഓ ദൈവത്തിന് മകത്ത് ജനത്തെ അനുഗ്രഹിക്കുന്നു,
ജനത്തെ അനുഗ്രഹിക്കുന്നു, ജനത്തെ അനുഗ്രഹിക്കുന്നു, സഭയെ അനുഗ്രഹിക്കുന്നു, കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു, വ്യക്തികളെ അനുഗ്രഹിക്കുന്നു. ഉടമന ദുരിത ബല. ഓ ജീസസ്. കരമുയർത്തി ഹല്ലേലൂയ പാടാ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ. 8:30 ദൈവദാസൻ പകൽ ഓർപ്പിച്ചത് കൃത്യസമയത്ത് നിർത്തുക. ദൈവം അനുവദിച്ചാൽ ഇതിന്റെ ഭാഗ്യഭാഗമൊക്കെ ദൈവകൃപ ശരണപ്പെട്ട് പിന്നീട് ചിന്തിക്കാം. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മുമ്പേ ഓർപ്പിച്ചതുപോലെ നാളെ 5 മണിക്ക് തിരുവല്ല അഹപ്പുറം ചർച്ചിൽ സ്പെഷ്യൽ മീറ്റിംഗ്. താല്പര്യമുള്ള എല്ലാവരും കടന്നു വരിക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വളരെ അനുഗ്രഹീതമായ നിലയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തമായ ആലോചന പരിശുദ്ധാത്മാവ് രാത്രി നമുക്ക് പകർന്നു. ഒരു യോഗ്യതയും പറയാനില്ലാതെ 2 കാലം മുടന്തനായി ജീവിതത്തിന്റെ പ്രതീക്ഷകളെല്ലാം മറ്റുപോയ സ്ഥാനത്ത് പ്രത്യാശയുടെ ഉറവ തുറക്കുവാൻ സ്വർഗത്തിലെ ദൈവം അഭിഷിക്തനായ ദാവീദിനെ ഒരുക്കിയെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് വേണ്ടി കാൽവരിയുടെ കൊലക്കളത്തിൽ ഈ പരമയാഗമായ ക്രിസ്തുയേശുവിന്റെ ചുടുചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാവുന്ന നമ്മുടെ അനുഗ്രഹീത അനുഭവങ്ങളുടെ വിശാലത ക്രിസ്തുയേശുവിന്റെ കൃപയിൽ ശരണപ്പെട്ട ആത്മാവിന്റെ നിയോഗത്തോടെ വെളിപ്പെടുത്തുവാൻ അഭിഷിക്തനെ ഇന്ന് ആമേൻ രാത്രിവേളയിലും ശക്തമായി വിനിയോഗിച്ചല്ലോ. കേൾക്കപ്പെട്ട ദൂതിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് എന്റെ ഭക്തന്റെ ശുശ്രൂഷയും കുടുംബമായി ഹല്ലേലൂയ ഏകമായി മുന്നേറു വേണ്ടതായി എല്ലാ ആമേൻ സ്വർഗീയ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്തു. ശുശ്രൂഷ മണ്ഡലത്തിൽ ശക്തമായ അനേകായിരങ്ങൾക്ക് പ്രയോജനം ഭവിപ്പാനിടയാണ്. കടന്നു വന്ന എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ. ശിക്തൻ ഓർപ്പിച്ച പോലെ നാളെ 5 മണിക്ക് അവിടെ ആമേൻ സ്പെഷ്യൽ മീറ്റിംഗ് നടക്കുന്നുണ്ട്. സാവകാശമുള്ളവരെല്ലാം കടന്നില്ല. നാളെ ഇവിടെയും കൃത്യസമയത്ത് കർത്തൃമേശയോടുകൂടെ രാവിലെ 9 മണിക്ക് തന്നെ ആരാധന നടക്കും. കർത്താവ് വരാൻ താമസിക്കുന്നുവെങ്കിൽ അടുത്ത മാസം ആമേൻ ഹല്ലേലൂയ 3-ാം ശനിയാഴ്ച ദൈവത്തിന്റെ കൃപയിൽ ചർച്ച കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു അഭിഷിക്തൻ ആമേൻ കടന്നു വന്ന് ശുശ്രൂഷയിൽ മുന്നേറുവാൻ ആഗ്രഹിച്ച് ക്രമീകരണം ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥനയെ സാദരം ക്ഷണിക്കുന്നു. കണ്ണുകളടയ്ക്കാം, ഹൃദയം ദൈവസന്നിധിയിൽ വരാം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, നന്ദി അറിയിക്കുന്നു. ആമേൻ അഭിഷിക്തന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കൃപയിൽ നമ്മെ ഒരുമിച്ച് സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജയം ഭാഷ ചുരുക്കമായി പ്രാർത്ഥിക്കുന്ന നിവാസങ്ങൾ ആശീർവാദത്തോടെ ഈ രാത്രിയിലത്തെ കൂടിവരവ് സമ്മാനം. ചെയ്ത പ്രകാരം പകൽക്കാലം വൈകുന്നേരവും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം കേൾക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അതിനായി അവിടുത്തെ അഭിഷിക്ത ദാസനെ ദൈവം ഒരിക്കലായി കൃപ ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെയും ശുശ്രൂഷകളെയും കുടുംബത്തെയും പിന്നെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കണം. നാളെ വൈകുന്നേരം നടക്കുന്ന ശുശ്രൂഷകളും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കും. നാളത്തെ സഭാ ശുശ്രൂഷ ഏറ്റവും ശ്രേഷ്ഠമായി തീരുവാൻ, കർത്തൃമേശ അനുഗ്രഹീതമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കണമെന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം. അവരുടെ ശുശ്രൂഷകൾക്കായി, കുടുംബങ്ങൾക്കായി, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കായി സ്തോത്രം. കർത്താവിന്റെ കൃപ കൂടെയിരിക്കണം. നമ്മുടെ മടക്കി യാത്രയിൽ ദൈവസാന്നിധ്യം കൂടെയിരിക്കണം. കൃപയാൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുകയും നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹായം നാം ഏവരോടും ഈ രാത്രി ദൈവം ശുശ്രൂഷിച്ചു. കർത്താവിന്റെ അഭിഷിക്തന്മേലും കടന്നുള്ള ജനത്തിന്മേലും നമ്മോടൊപ്പം ഇല്ലാതിരിക്കുന്ന ലോകങ്ങളിലെ എല്ലാ വിശുദ്ധന്മാരോടും ഇന്ന് വീട്ടും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുന്ന ആരാധന യേശു ക്രിസ്തു മുഖാന്തരം ഈ രാത്രിയിൽ ഐശ്വര്യമായി നമ്മെ അനുഗ്രഹിച്ച കർത്താവിനെ നമ്മുടെ കരങ്ങളിൽ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നിച്ച് പറയാം ആമേൻ. കർത്താവായ യേശു.